ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. Can I take this? Many happy returns of the day. നീ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അതോ ഇവിടുന്ന് പോകാനുള്ള കൽപ്പന കിട്ടിയ? എന്താ അച്ഛാ? എന്താ അമ്മേ? അച്ഛ അമ്മയും കൂടെ തിടുക്കത്തിൽ പോരുന്ന ഞാൻ കണ്ടു. അവന് ചോദിച്ചത് എന്തെങ്കിലും പറയണ്ടേ? എന്താ അമ്മേ കാര്യം? സിത്താരയുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ നവീൻ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഓർമ്മയുണ്ടോ? നവീൻ അന്ന് പറഞ്ഞത് ആ വിവാഹം നടന്നാലുള്ള ലാഭത്തെ പറ്റിയായിരുന്നു. അതെ, അത് സത്യമാണല്ലോ. അന്ന് ലാഭത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇന്ന് ഗാഥയോടുള്ള പ്രേമത്തെക്കുറിച്ച് മാത്രമാ സംസാരിക്കുന്നേ. ആ മാറ്റം എങ്ങനെ വന്നതാ? അത് പിന്നെ പരസ്പരം പരിചയപ്പെട്ട് സംസാരിച്ച് അടുത്തൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുമല്ലോ. ഗാഥയെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചാലല്ലേ സിത്താര മാഡത്തിനെ സന്തോഷിപ്പിക്കാൻ പറ്റൂ. എങ്കിലല്ലേ നവീൻ പറഞ്ഞ ലാഭത്തിന്റെ ബിസിനസ് നടക്കൂ. അതല്ല, നവീൻ ലാഭം ഒക്കെ മറന്നു. സിത്താരയുടെ സമ്പത്തൊന്നും ഇപ്പൊ അവന്റെ കണ്ണിലില്ല. അവൻ പറയുന്ന പ്രണയമുണ്ടല്ലോ, അത് സത്യാണ്. പക്ഷേ അവനെ അങ്ങനെ ആക്കി മാറ്റി തീർത്ത ഒരാള് ഈ കുടുംബത്തിലുണ്ട്. അതാരാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് സുമിത്രയായിരിക്കും, അല്ലാതെ അല്ല, ആ മാണിക്കുഞ്ഞ്. നവീന്റെ നിഴല് പോലെ കൂടെ നടക്കുന്നവൻ. നവീന്റെ മനസ്സില് ഗാഥയോടുള്ള പ്രണയം കുത്തിവെച്ചത് അവനാ. ഇത്രയും ഗൗരവക്കാരനായിരുന്ന നവീനെ ഇന്ന് നമ്മൾ കാണുന്ന പ്രണയരോഗിയാക്കിയത് അവൻ ഒറ്റയൊരുത്തനാ. അത് ശരിയാ. പലപ്പോഴും നവീനെ അയാള് പലതിനും നിർബന്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും സ്ട്രിക്റ്റ് ആവാൻ പാടില്ല, വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ സോഫ്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും നവീൻ നേരിട്ടല്ല തടഞ്ഞത്, മാണിക്കുഞ്ഞ. അത് തന്നെയാ ഞാൻ പറയുന്നേ. മാണിക്കുഞ്ഞ് വേണ്ട രീതിയിൽ നോദിക്കൊടുത്ത നവീൻ നമ്മളെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. പകരം നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാണിക്കുഞ്ഞിനെ പുറത്താക്കിയാലോ? എന്റെ നിർമ്മലെ, കുഴപ്പം പിടിച്ച കാര്യങ്ങളല്ലാതെ ഒന്നും നിന്റെ തലയിൽ വരൂല അല്ലേ? നിർമ്മലെ, ഇനി ഒരു അബദ്ധം പറ്റിയ നവീന്റെ ഗാഥയുടെ കല്യാണം മുടക്കാൻ പോയിട്ട് ആ കല്യാണത്തിന്റെ ഒരു പന്തിയിലിരിക്കാൻ പോലുള്ള ഇടം പോലും നമുക്ക് കിട്ടില്ല. എങ്കിലതല്ല നടക്കാൻ പോകുന്നത്. നവീന്റെയും ഗാഥയുടെയും വിവാഹം കാണാൻ മാണിക്കുഞ്ഞ് വീട്ടിലുണ്ടാവില്ല. അതിനു മുൻപ് അവനെ പുകച്ച് പുറത്തു ചാടിക്കണം. എങ്ങനെ? മാർഗമൊക്കെ എന്റെ കയ്യിലുണ്ട്. എങ്ങനെ കൂടെ നടന്നാലും മാണിക്കുഞ്ഞ് ഇവിടുത്തെ ജോലിക്കാരനല്ലേ. നവീൻ അവനുമായി തെറ്റും. ബുദ്ധി ഉപദേശിക്കാൻ അവനില്ലെങ്കിൽ നവീനെ നമുക്ക് നമ്മൾ വരച്ച വരെ നിർത്താം. അമ്മ, മാർഗം എന്താണെന്ന് പറ. മാർഗമൊക്കെ ഞാൻ പറയാം, നിങ്ങള് കൂടെ നിന്നാ മതി. മാണിക്കുഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇന്നോ നാളെയോ അത് സംഭവിച്ചിരിക്കും. നിർമ്മലെ, ഉപദേശം ഒന്നും വേണ്ട ഉദേട്ടാ. കളരിക്കൽ കുടുംബത്തിലെ പ്രമാണിമാര് നമ്മളെ തോൽപ്പിച്ച അത് ഞാൻ സഹിക്കും. പക്ഷെ വെറും ഒരു ജോലിക്കാരന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല. മാണിക്കുഞ്ഞ് അവസാനിച്ചു എന്ന് തന്നെ നിങ്ങൾ കരുതിക്കോ. കൃഷ്ണ, ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നതേ ഏറ്റവും മര്യാദയുള്ളൊരു ഭാഷയാ. എന്നിട്ട് ഇംഗ്ലീഷുകാർക്കൊന്നും മര്യാദയില്ലല്ലോ. അവരല്ലേ
നമ്മളെ കുറെ കാലം അടിമകളാക്കി വെച്ചത്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ഇംഗ്ലീഷിൽ എന്ത് സംസാരിക്കുമ്പോഴും മര്യാദയുടെ ചില വാക്കുകൾ അതിന്റെ ഒപ്പം ചേർക്കണം. ഉദാഹരണത്തിന് നമുക്കൊരാളോട് പേര് ചോദിക്കണമെന്ന് വെക്ക്. എങ്ങനെ ചോദിക്കും? അതൊക്കെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? അങ്ങനെ ചോദിക്കാം. പക്ഷേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവര് ചോദിക്കുന്നത് വേറൊരു രീതിയിലാ, അല്പം വിനയത്തോടെ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഗുഡ് നെയിം എന്ന് വെച്ചാ നല്ല പേരെന്നല്ലേ? അയാളുടെ പേര് വീരപ്പൻ എന്നാണെങ്കിലോ? കൃഷ്ണ ഒന്ന് പറഞ്ഞു നോക്ക്. യുവർ ഗുഡ് നെയിം പ്ലീസ്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ബെറ്റർ ആക്കണം. പിന്നെ എവിടുന്നെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ എന്താ ചോദിക്കുന്നതെന്നറിയോ? അതിനെന്താ പറയുന്നത്? ഇത് ഞാൻ എടുത്തോട്ടെ എന്ന്. നോ, ക്യാൻ ഐ ടേക്ക് ദിസ് എന്നാണ് ചോദിക്കേണ്ടത്. ക്യാൻ ഐ ടേക്ക് ദിസ്? പിന്നെ ഇതൊക്കെ പൊതുവെയുള്ള കാര്യങ്ങളാ. ചിലപ്പോ നമുക്ക് ചില ഫംഗ്ഷൻസിനൊക്കെ പോയേണ്ടി വരും. ഉദാഹരണത്തിന് ഒരാളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പോ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറയണം. അതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ പിള്ളേര് പോലും പറയുന്നതാ. ഓക്കെ, എങ്കി ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങള് സ്റ്റൈലായിട്ടൊന്ന് തിരിച്ചു പറഞ്ഞേ. അതെ, ഈ സായിപ്പന്മാര് സംസാരിക്കുന്നതൊക്കെ ഞാൻ നമ്മുടെ പഴശ്ശിരാജ സിനിമയിൽ കണ്ടിട്ടുണ്ട്. യുവർ ഗുഡ് നെയിം പ്ലീസ്. ക്യാൻ ഐ ടേക്ക് ദിസ്? മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇംഗ്ലീഷ് പഠിപ്പിക്കലാണോ അതോ അവളുടെ മിമിക്രിയാണോ അവിടെ നടക്കുന്നത്? സോറി മാം. ഈ ഇരിപ്പ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സിനി? ഒരുവിധം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് മാം. കൃഷ്ണ, ഞാൻ പഠിപ്പിച്ചതൊക്കെ മാഡത്തിന്റെ മുന്നിലെന്ന് പറഞ്ഞേ. പറയുമോളെ, നിന്നെ കൊണ്ട് പറ്റും. നിനക്കെന്താ ഇവിടെ കാര്യം? അത് പോ.